സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പിണറായി വിജയൻ സർക്കാരിന്റെ 1ാം വാർഷികം. സംസ്ഥാനത്തെ ആദ്യത്തെ പട്ടയമേള ശനിയാഴ്ച കാഞ്ഞങ്ങാട്ട് നടക്കും. പട്ടയ വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നഴ്സസ് വാരാഘോഷം. ജില്ലയിലെങ്ങും വിവിധ പരിപാടികൾ. ജില്ലാതല സമാപനം കാഞ്ഞങ്ങാട്ട്. കത്തുന്ന വേനലിൽ നാടിന്റെ ദാഹമകറ്റാൻ തെക്കേപ്പുറം KMCCയുടെ പ്രവർത്തകർ. സൗജന്യ കുടിവെള്ള വിതരണം 10 ദിവസം പിന്നിടുന്നു. കിനാനൂർ കരിന്തളം പഞ്ചായത്ത് വികസനത്തിന് 15 കോടിയുടെ പദ്ധതികൾ. വികസന സെമിനാർ നടന്നു. ഹൊസ്ദുർഗ് താലൂക്ക് തല കുടുംബശ്രീ കലാമേള. അജാനൂർ CDS ഓവറോൾ ചാമ്പ്യന്മാരായി. കാഞ്ഞങ്ങാട്ട് ഗ്രാൻഡ് സർക്കസ് തുടങ്ങി. കാണികൾക്ക് ആവേശം തീർത്ത വിസ്മയ പ്രകടനങ്ങൾ. ഫ്രണ്ട്സ് കാർഗിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സാന്ത്വനത്തിന്റെ കരസ്പർശം പരിപാടി 13-ന് തുടങ്ങും. വാർത്തകൾ വിശദമായി. പിണറായി വിജയൻ സർക്കാരിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പട്ടയമേളയ്ക്ക് കാഞ്ഞങ്ങാട് ഒരുങ്ങി. വിതരണം ചെയ്യുന്നത് 2247 പട്ടയങ്ങൾ. പിണറായി വിജയൻ സർക്കാരിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പട്ടയമേള ശനിയാഴ്ച കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാൾ പരിസരത്ത് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. റവന്യൂ വകുപ്പ് മന്ത്രി E. ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. P. കരുണാകരൻ MP മുഖ്യാതിഥിയായിരിക്കും. ജില്ലയിലെ MLAമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, നഗരസഭാ അധ്യക്ഷന്മാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ചടങ്ങിൽ 2247 പട്ടയങ്ങൾ വിതരണം ചെയ്യും. ഹൊസ്ദുർഗ് താലൂക്കിൽ 953, വെള്ളരിക്കുണ്ട് താലൂക്കിൽ 346, കാസർഗോഡ് താലൂക്കിൽ 243, മഞ്ചേശ്വരം താലൂക്കിൽ 327, ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം 322, ദേവസ്വം ലാൻഡ് ട്രിബ്യൂണൽ 56 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. കൂടാതെ പനത്തടി ചാമണ്ടിക്കുന്നിൽ വനം പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിച്ച പദ്ധതി പ്രകാരം ട്രൈബൽ റീഹാബിലിറ്റേഷൻ നടപ്പിലാക്കുന്നതിന് പനത്തടി വില്ലേജിൽ വനം വകുപ്പിൽ നിന്ന് ലഭ്യമായ 91.98 ഏക്കർ സ്ഥലം ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകും. വെള്ളരിക്കുണ്ട് താലൂക്ക് പരിധിയിൽപ്പെടുന്ന ഭൂരഹിതരായ 150 ആദിവാസി കുടുംബങ്ങൾക്ക് 50 സെന്റ് സ്ഥലം വീതമാണ് ലഭ്യമാകുക. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി പ്രകാരം 93 കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകുന്നത്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 69 പേർക്കും ഭൂമി അനുവദിക്കും. നഴ്സസ് വാരാഘോഷം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന സമാപന സമ്മേളനം EDM അംബുജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരാഴ്ച നീണ്ടുനിന്ന വാരാഘോഷം വിവിധ പരിപാടികളിലൂടെയാണ് കാഞ്ഞങ്ങാട്ട് നടന്നത്. വ്യാപാര ഭവൻ വെച്ചായിരുന്നു സമാപന സമ്മേളനം നടന്നത്. EDM അംബുജാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മള് അസുഖം ബാധിക്കുമ്പോൾ ആശുപത്രിയിൽ എത്തുമ്പോൾ അപ്പോഴാണ് നമ്മൾ ദൈവത്തെയും മറ്റും ഓർക്കുന്നത്. അപ്പോൾ മാലാഖമാരായി നമ്മുടെ അടുക്കൽ എത്തിച്ചേരുന്നത് നഴ്സുമാർ തന്നെയാണ്. അവരുടെ മുഖങ്ങൾ ഒന്നെങ്കിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെ ട്രീറ്റ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ആശുപത്രികളിൽ നമ്മളെ അച്ഛനമ്മമാരെ ട്രീറ്റ് ചെയ്യുമ്പോഴോ അവിടെ എത്തിച്ചേരുന്ന ആ മാലാഖമാരുടെ മുഖങ്ങൾ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരെ എന്നും ജനങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കും, അവരുടെ ഓർമ്മകൾ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ പരിചരിച്ചിരുന്ന ആ FW സെന്ററിലെ അമ്മമാരെ അല്ലെങ്കിൽ ആയമാരെ ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ നമ്മൾ സൂക്ഷിക്കുന്നത് അവരുടെ പരിചരണവും അവരുടെ സാന്ത്വന വാക്കുകളും കൊണ്ട് തന്നെയാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AP ദിനേശ് കുമാർ അധ്യക്ഷനായി. ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ രാമൻ സ്വാതിവാമൻ നഴ്സസ് ദിന സമ്മേളനം അവതരിപ്പിച്ചു. വത്സൻ പിലിക്കോട് സാംസ്കാരിക പ്രഭാഷണം നടത്തി. പണം മുടക്കി പഠിക്കുമ്പോൾ ആ പണത്തിന്റെ മെച്ചം എനിക്ക് എങ്ങനെ കിട്ടണം എന്ന് ആലോചിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ തൊഴിലിടങ്ങളിലേക്ക് കയറി വരുന്നത് കൊണ്ട് എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുണ്ട്. പല്ല് മാറി പൊരിച്ച ദന്തൽ സർജൻ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാലുമാറി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഉണ്ടായിട്ടുണ്ട്. ഇടത്തെ കാൽമുട്ടിന് നടത്തേണ്ട ശസ്ത്രക്രിയ വലത്തെ കാൽമുട്ടിനായി പോയതിൽ പത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് വയറ്റിനകത്ത് തന്നെ കത്രിക വെച്ച് തുന്നിയ ആളുകൾ ഉണ്ട്. എന്താണെന്ന് കാണിക്കുന്നത്? പുതിയ കാലത്തിലെത്തുമ്പോൾ കമ്മിറ്റ്മെന്റ് എന്നുള്ളത് വല്ലാതെ കുറയും. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ E. മോഹനൻ, സിസ്റ്റർ ദീപ ജോസ്, ജോസഫിന, അലക്സ്, K. ശ്യാമള,
MVM ഗീതാദേവി, VR രാജു, P ഗൗരി, PR രാഹുൽ, TV ശൈലജ, ഡോക്ടർ കൃഷ്ണകുമാരി, ജിഷ റോസ്, ദീപ മാനുവൽ തുടങ്ങിയവർ സംസാരിച്ചു. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിച്ച് KMCCയുടെ പ്രവർത്തകർ. നാടും നഗരവും വറ്റിവരളുമ്പോൾ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളമെത്തിച്ച് മാതൃകയാവുകയാണ് തെക്കേപ്പുറം KMCCയുടെ പ്രവർത്തകർ. ശിഹാബ് തങ്ങൾ സൗജന്യ കുടിവെള്ള വിതരണത്തിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമേകുകയാണിവർ. പ്രവാസി കൂട്ടായ്മയായ KMCCയുടെ പ്രവർത്തകരാണ് സേവന പ്രവർത്തനങ്ങൾക്ക് രംഗത്തിറങ്ങിയത്. മാവുങ്കാലിനടുത്ത് വട്ടക്കുണ്ട്, മൂലക്കണ്ടം പ്രദേശങ്ങളിലെല്ലാം കഴിഞ്ഞ 10 ദിവസങ്ങളായി ഇവർ കുടിവെള്ളവുമായി എത്തുന്നുണ്ട്. ആറങ്ങാടി പടിഞ്ഞാർ മകാമിലെ കിണറിൽ നിന്നാണ് കുടിവെള്ള വിതരണത്തിനായി വെള്ളം ശേഖരിക്കുന്നത്. നിത്യേന 8000 ലിറ്റർ വെള്ളം വീടുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതായി പ്രവർത്തകർ പറഞ്ഞു. തെക്കേപ്പുറം ശാഖ KMCC കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇത്തരത്തിലൊരു കുടിവെള്ള സൗജന്യ വിതരണവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലാണ് ഈ സൗജന്യ കുടിവെള്ള വിതരണം നടത്തുന്നത്. ഏകദേശം ഒരു ദിവസം 8000-ഓളം ലിറ്റർ വെള്ളം ഞങ്ങൾ ഈ പ്രദേശങ്ങളിലായിട്ട് ഈ പള്ളോട്ട് വാർഡ്, അതായത് അജർ പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഏകദേശം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ട് 30ഓളം കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന രീതിയിലാണ് ഈ പരിപാടി ഇപ്പോൾ നടത്തി പോകുന്നുള്ളത്. ചില ദിവസങ്ങളിൽ കാട്ടുകുളങ്ങര ഭാഗത്തും മറ്റും ഒക്കെ ഈ വെള്ളം ആവശ്യമായിട്ട് വിളിച്ചതനുസരിച്ച് ഞങ്ങളുടെ സേവനം ആ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. KMCC പ്രവർത്തകരായ നവാസ് പാറക്കടവ്, റാഷിദ് KP, നിയാസ് NP തുടങ്ങിയവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമേകുന്നത്. ദാഹിക്കുന്നവർക്ക് മുന്നിൽ ശുദ്ധജലം എത്തിക്കുന്നതിലൂടെ പ്രവാചക സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പാതയിലൂടെ യാത്ര ചെയ്യുകയാണ് ഈ സാമൂഹ്യ പ്രവർത്തകർ. ക്യാമറമാൻ ദിനേശോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. കാണികൾക്ക് ആവേശവും കൗതുകവും ഒരുക്കി ആലാമിപ്പള്ളിയിൽ ഗ്രാൻഡ് സർക്കസ് തുടങ്ങി. സർക്കസ് താരങ്ങൾ ഒരുക്കുന്നത് വിസ്മയ പ്രകടനങ്ങൾ. ആഫ്രിക്കയിലെയും റഷ്യയിലെയും പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന ഗ്രാൻഡ് സർക്കസ് കാഞ്ഞങ്ങാട് ആലാംപള്ളി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും 3 പ്രദർശനങ്ങളാണുള്ളത്. പരം അംഗങ്ങളുള്ള ഗ്രാൻഡ് സർക്കസിൽ റഷ്യൻ കലാകാരന്മാരിൽ നിന്ന് പരിശീലനം ലഭിച്ച ഇന്ത്യയിലെ 10ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ അണിനിരക്കും. 2 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രകടനങ്ങളാണ് ഇവർ കാഴ്ചവെക്കുന്നത്. കിനാനൂർ കരിന്തളം പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. 15.56 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കും. 2017-18 വർഷത്തെ വാർഷിക പദ്ധതി സംബന്ധിച്ച കരട് രേഖ ചർച്ച ചെയ്യുന്നതിനും ക്രോഡീകരിക്കുന്നതിനുമായാണ് വികസന സെമിനാർ നടന്നത്. കിനാനൂർ കരിന്തളം പഞ്ചായത്ത് വികസന സെമിനാർ കോയിത്തട്ട കുടുംബശ്രീ ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് VPP മുസ്തഫ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ജനകീയാസൂത്രണം 9ാം പദ്ധതി ജനകീയാസൂത്രണം എന്നുള്ള പേരിലുള്ള പ്രവർത്തനം ആരംഭിക്കുന്നു. ആദ്യ വർഷങ്ങളിൽ വലിയ മുന്നേറ്റമായിരുന്നു. അത് കിനാനൂർ കരിന്തളത്തും കയ്യൂർ ചിമേനിയിലും എല്ലാം വലിയ റിസൾട്ടാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ കയ്യൂർ ഹൈസ്കൂളിൽ അന്നൊരു ബിൽഡിംഗ് കെട്ടാൻ ആ ജനകീയാസൂത്രണ പദ്ധതിയുടെ 2ാമത്തെ വർഷം തീരുമാനിച്ചു. പഞ്ചായത്ത് വെച്ചത് 1 ലക്ഷം രൂപയാണ്. അന്നത്തെ 97-98 1 ലക്ഷം രൂപ. പക്ഷെ കെട്ടി തീർന്നപ്പോൾ 3 ലക്ഷം രൂപയുടെ മൂല്യമുള്ള കെട്ടിടമുണ്ടായി. കാരണം ജനങ്ങളുടെ ഒരു വലിയ പങ്കാളിത്തം, അവരുടെ സമാധാനം, മറ്റ് കാര്യങ്ങൾ എല്ലാം വന്നപ്പോൾ വലിയ നില. അപ്പം ആദ്യത്തെ ഒരു 4-5 വർഷക്കാലം അങ്ങനെ ജനകീയാസൂത്രണം ഒരു പുതിയ സംരംഭം എന്നുള്ള നിലയിൽ വമ്പിച്ച ബഹുജന പങ്കാളിത്തത്തോടു കൂടി പഞ്ചായത്തിന് എത്രയാണോ ഒരു പദ്ധതിക്ക് ഒരു പ്രോജക്റ്റ് നീക്കി വെക്കുന്നത് അതിനേക്കാൾ ഇരട്ടിയിൽ മൂല്യത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് A. വിധുബാല അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പതാലിൽ വികസന രേഖ KA എലിസബത്തിന് നൽകി പ്രകാശനം ചെയ്തു. രാധാ വിജയൻ, P. ചന്ദ്രൻ, അനിത എന്നിവർ സംസാരിച്ചു. MO ബാലകൃഷ്ണൻ മിഷൻ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. V. ബാലകൃഷ്ണൻ സ്വാഗതവും P. രാജൻ നന്ദിയും പറഞ്ഞു.
മീന പീസ് റോഡ് ഫ്രണ്ട്സ് കാർഗിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സാന്ത്വനത്തിന്റെ കരസ്പർശം എന്ന പരിപാടി 13-ന് നടക്കും. മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മീന പീസ് റോഡ് ഫ്രണ്ട്സ് കാർഗിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഒരുക്കുന്ന സാന്ത്വനത്തിന്റെ കരസ്പർശം പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. കാഞ്ഞങ്ങാട് മീന പീസ് റോഡ് കാർഗിൽ നഗർ ഫ്രണ്ട്സ് കാർഗിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ഫ്രണ്ട്സ് ചാരിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ മെയ് 13-ാം തീയതി മുതൽ 17-ാം തീയതി വരെ സാന്ത്വനത്തിന്റെ കരസ്പർശം 2017 എന്ന പേരിൽ വിവാഹ ധനസഹായ വിതരണവും വിവിധങ്ങളായ പരിപാടികളും നടത്തപ്പെടുകയാണ്. പ്രസ്തുത പരിപാടി 13-ാം തീയതി രാവിലെ 10 മണിക്ക് സെയ്ദ് നജ്മുദ്ദീൻ പൂക്കോയ് തങ്ങൾ അൽ യമാനി പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കും. ശേഷം വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ബഹുമാന്യനായ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സംബന്ധിക്കും. 14-ന് വൈകിട്ട് 4 മണിക്ക് ഖുർആൻ പാരായണ മത്സരം നടക്കും. തുടർന്ന് കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി അൽ ഖാസിമയുടെ പ്രഭാഷണം നടക്കും. 17-ന് വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം എൻ.എ. നെല്ലിക്കുന്നം എൽ.എ. ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഹൊസർഗ് താലൂക്ക് തല കുടുംബശ്രീ കലാമേളയിൽ അജാനൂർ CDS ഓവറോൾ ചാമ്പ്യന്മാരായി. വെള്ളിക്കുത്ത് കുടുംബശ്രീ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. മെയ് 15-16 തീയതികളിൽ വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുടുംബശ്രീ മിഷന്റെ ജില്ലാതല കലാകായിക മേള നടക്കും. പരിപാടിയുടെ മുന്നോടിയായി ഉദിനൂരിൽ സംഘടിപ്പിച്ച ഹോസ്ദുർഗ് താലൂക്ക് കലാമേളയിൽ അജാനൂർ കുടുംബശ്രീ CDS ഓവറോൾ ചാമ്പ്യന്മാരായി. അജാനൂർ CDS കരസ്ഥമാക്കിയ നേട്ടത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് കുടുംബശ്രീ പ്രവർത്തകർ വെള്ളിക്കോത്ത് ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു. വിജയിപ്പിച്ച 53 പോയിന്റ് നേടിയാണ് അജാനൂർ CDS ചാമ്പ്യന്മാരായത്. ആഹ്ലാദ പ്രകടനത്തിന് CDS ചെയർപേഴ്സൺ സുജാത, ശോഭ, ഷീജ, VT കാർത്തിയായനി തുടങ്ങിയവർ നേതൃത്വമേകി. വാർത്തകൾ തുടരുന്നു. ജില്ലാ കാർപ്പന്ററി വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ പഠന ക്ലാസ് നീലേശ്വരത്ത് നടന്നു. CITU ജില്ലാ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. 20 മുതൽ 30 വരെയുള്ള തീയതികളിലായി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്തിനകത്തുമുള്ള വ്യത്യസ്ത യൂണിയനുകളിലെ യൂണിയൻ ഏരിയ കമ്മിറ്റി മെമ്പർമാർ, അതുപോലെ തന്നെ ഡിവിഷൻ കമ്മിറ്റി മെമ്പർമാർ, യൂണിറ്റ് ഭാരവാഹികളായിട്ടുള്ള സഖാക്കൾക്ക് കൂടി നീലേശ്വരം NG കമ്മത്ത് ഹാളിലാണ് ജില്ലാ പഠന ക്ലാസ് നടന്നത്. ചടങ്ങിൽ കാർപ്പൻറ്ററി തൊഴിലാളികളുടെ മക്കളിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് ഉപഹാരം നൽകി. PP രാജൻ അധ്യക്ഷനായി. K കുഞ്ഞിക്കണ്ണൻ ഉപഹാര സമർപ്പണം നടത്തി. എല്ലാ ബന്ധുസ്വാമികളും നല്ല വിദ്യാഭ്യാസ രംഗത്തേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ കുട്ടികളെ സംശയിച്ചറിയിക്കാനും നമ്മുടെ രക്ഷിതാക്കളെ മേഖലയിലൂടെയുള്ള എല്ലാ പ്രവർത്തനത്തെയും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ അനുമോദന ചടങ്ങിൽ ഉപഹാരം ഏറ്റുവാങ്ങാനുണ്ട് നേതൃത്വമുള്ള മുഴുവൻ കുട്ടികളെ CITUവിന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അതുപോലെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അംഗത്തിനെ വി കുഞ്ഞമ്പു, ബാബു പള്ളിയോടൻ എന്നിവർ സംസാരിച്ചു. സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായുള്ള വിദ്യാലയ വികസന സെമിനാർ കുമ്പളപ്പള്ളി കരിമ്പിൽ ഹൈസ്കൂളിൽ നടത്തി. സ്കൂൾ ഹൈടെക് ആക്കാനുള്ള പദ്ധതികൾക്ക് സെമിനാർ രൂപം നൽകി. സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കരിമ്പിൽ ഹൈസ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നു. ഇതിന് മുന്നോടിയായി സ്കൂളിന്റെ സമഗ്ര വികസന പദ്ധതി രൂപപ്പെടുത്തുന്നതിനും വിദ്യാലയ വികസനത്തിനുള്ള ബഹുജന കൂട്ടായ്മയ്ക്ക് രൂപം നൽകാനുമാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. P കരുണാകരൻ MP സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസം.
മറ്റു വിഷയങ്ങളിലൊക്കെ ആരോഗ്യത്തെ സംബന്ധിച്ച് ജൈവ പച്ചക്കൃഷിയുമായി ബന്ധപ്പെട്ട് മാലിന്യമുക്ത കേരളം എന്ന നിലയിൽ എല്ലാവർക്കും വീട് നൽകുക എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട 4 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് എ വിധുബാല അധ്യക്ഷയായി. വികസന രേഖാ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് പതാലിൽ നിർവഹിച്ചു. KP പ്രകാശ് കുമാർ ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് KK നാരായണൻ വികസന രേഖ അവതരിപ്പിച്ചു. ഡോക്ടർ PV കൃഷ്ണകുമാർ, NM തോമസ്, MS സോമൻ, KP മോഹനസുന്ദരം, രാധാ വിജയൻ, K അനിത, N സിന്ധു എന്നിവർ സംസാരിച്ചു. പാറക്കോൾ രാജൻ സ്വാഗതവും സജി K ജോൺ നന്ദിയും പറഞ്ഞു. CPIM മുന്നാട് ലോക്കൽ കമ്മിറ്റി ഓഫീസ് കെട്ടിട ധനശേഖരണാർത്ഥം അന്തർ സംസ്ഥാന റെഡ് നൈറ്റ് വോളി 2017 സംഘടിപ്പിക്കുന്നു. മെയ് 13-ന് മുന്നാടിൽ നടക്കുന്ന പരിപാടി P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യും. CPIM മുന്നാട് ലോക്കൽ കമ്മിറ്റി ഓഫീസ് അഴീക്കോടൻ സ്മാരക മന്ദിരം പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചിരിക്കുന്നതിന്റെ ഭാഗമായാണ് ധനശേഖരണാർത്ഥം അന്തർ സംസ്ഥാന റെഡ് നൈറ്റ് വോളി 2017 സംഘടിപ്പിക്കുന്നത്. മെയ് 13-ന് P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യും. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. K കുഞ്ഞിരാമൻ MLA അനുമോദന പ്രഭാഷണം നടത്തും. മുൻ MLA P രാഘവൻ സമ്മാനദാനം നിർവഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. 974 അത് കെട്ടിയത്. അപ്പോൾ അത് പൊളിച്ച് പുതുക്കി പണിയണം. അപ്പോൾ അതിൻ്റെ ധനശേഖരണാർത്ഥമാണ് കളി നമ്മൾ വെച്ചത്. കേരളത്തിലെയും കർണാടകത്തിലെയും പ്രമുഖ കളിക്കാർ പങ്കെടുക്കുന്ന ടൂർണമെൻ്റാണ്. അപ്പോൾ ആ ടൂർണമെൻറ്റ് നല്ല നിലയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘാടക സമിതിയുടെ പരിശ്രമം നല്ല വിജയകരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നാളെ MP ആണ് ഉദ്ഘാടനം. വാർത്താ സമ്മേളനത്തിൽ M അനന്തൻ, ജയപുരം ദാമോദരൻ, E രാഘവൻ, ഓമന രാമചന്ദ്രൻ, KP രാമചന്ദ്രൻ, E മോഹനൻ, P സുരേഷ്, A മാധവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചിത്താരി പുതിയ ഭഗവതി തറവാട്ടിലെ തെയ്യംകെട്ട് ഉത്സവത്തിന് സമാപനമായി. തെയ്യംകെട്ട് ഉത്സവത്തിന്റെ ഭാഗമായി പുതിയ ഭഗവതി അമ്മ അരങ്ങിലെത്തി. ചിത്താരി പുതിയ ഭഗവതി തറവാട്ടിലെ തെയ്യംകെട്ട് മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. തെയ്യംകെട്ട് ഉത്സവത്തിന്റെ ഭാഗമായി പുതിയ ഭഗവതിയമ്മ, കുറത്തിയമ്മ എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ളവർ തെയ്യംകെട്ട് ഉത്സവം ദർശിക്കാനെത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിണറായി വിജയൻ സർക്കാരിന്റെ 1ാം വാർഷികം. സംസ്ഥാനത്തെ ആദ്യത്തെ പട്ടയമേള ശനിയാഴ്ച കാഞ്ഞങ്ങാട്ട് നടക്കും. പട്ടയ വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നഴ്സസ് വാരാഘോഷം. ജില്ലയിലെങ്ങും വിവിധ പരിപാടികൾ. ജില്ലാതല സമാപനം കാഞ്ഞങ്ങാട്ട്. കത്തുന്ന വേനലിൽ നാടിന്റെ ദാഹമകറ്റാൻ തെക്കേപ്പുറം KMCCയുടെ പ്രവർത്തകർ. സൗജന്യ കുടിവെള്ള വിതരണം 10 ദിവസം പിന്നിടുന്നു. കിനാനൂർ കരിന്തളം പഞ്ചായത്ത് വികസനത്തിന് 15 കോടിയുടെ പദ്ധതികൾ. വികസന സെമിനാർ നടന്നു. ഹൊസ്ദുർഗ് താലൂക്ക് തല കുടുംബശ്രീ കലാമേള. അജാനൂർ CDS ഓവറോൾ ചാമ്പ്യന്മാരായി. കാഞ്ഞങ്ങാട്ട് ഗ്രാൻഡ് സർക്കസ് തുടങ്ങി. കാണികൾക്ക് ആവേശം തീർത്ത വിസ്മയ പ്രകടനങ്ങൾ. ഫ്രണ്ട്സ് കാർഗിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സാന്ത്വനത്തിന്റെ കരസ്പർശം പരിപാടി 13-ന് തുടങ്ങും. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.